1345 നെതർലാൻഡിലെ ആംസ്റ്റർഡാം. മരണാസന്നനായ യാസ്ബ്രാൻഡ് ഡോമർ എന്ന മനുഷ്യൻ നല്ല മരണത്തിനൊരുക്കമായി തനിക്ക് അന്ത്യകൂദാശ നൽകാൻ ആവശ്യപ്പെട്ട് തൻ്റെ സുഹൃത്തിനെ ഇടവക വികാരിയുടെ അടുക്കലേക്ക് അയച്ചു. ഡോമറിന് അന്ത്യകൂദാശ നൽകാനെത്തിയ വൈദികൻ ഡോമറിനെ കുമ്പസാരിപ്പിച്ച് ദിവ്യകാരുണ്യം നൽകി. എന്നാൽ തിരുവോസ്തി വിഴുങ്ങാൻ സാധിക്കാതിരുന്ന ഡോമർ അത് ഛർദ്ദിച്ചു. നിലം വൃത്തിയാക്കി തിരുവോസ്തി അടക്കം തീക്കൂനയിലേക്ക് എറിഞ്ഞ ജോലിക്കാരി സ്ത്രീ അടുത്ത ദിവസം എത്തിയപ്പോൾ ആശ്ചര്യപ്പെട്ടു. കാരണം ഡോമർ പൂർണ്ണമായും സുഖപ്പെട്ട് ആരോഗ്യവാനായിരിക്കുന്നു. യഥാർത്ഥ കാരണമെന്തെന്ന് ഡോമറിന് പോലും മനസ്സിലായില്ല. ജോലിക്കിടയിൽ തീക്കൂനക്കരികിലെത്തിയ ജോലിക്കാരി ഞെട്ടിത്തെറിച്ചു. താൻ തീക്കൂനയിലേക്ക് എറിഞ്ഞ തിരുവോസ്തി സ്വയം പ്രകാശിച്ച് അന്തരീക്ഷത്തിൽ ഉയർന്നു നിൽക്കുന്നു. അവരുടെ കരച്ചിൽ കേട്ട് ഡോമറും പരിസരവാസികളും ഓടിയെത്തി. അവരും ഈ അത്ഭുത പ്രതിഭാസം കാണാനിടയായി. ഡോമർ ഒരു ലിനൻ തുണിയുമായി ആ തിരുവോസ്തിയുടെ മുന്നിൽ മുട്ടുകുത്തി. അപ്പോൾ വായുവിൽ ഉയർന്നു നിന്ന തിരുവോസ്തി ആ തുണിയിൽ വന്നിരുന്നു. അദ്ദേഹം അത് ഇടവക ദേവാലയത്തിലെത്തിച്ചു. വികാരിയച്ഛൻ അത് അൾത്താരയിൽ പ്രതിഷ്ഠിച്ചു. എന്നാൽ നേരം വെളുത്തപ്പോൾ ആ തിരുവോസ്തി അൾത്താരയിൽ കണ്ടില്ല. അന്വേഷിച്ചപ്പോൾ ഡോമറിൻ്റെ വീടിനോട് ചേർന്നുണ്ടായിരുന്ന തീക്കൂനയ്ക്ക് മുകളിൽ വായുവിൽ ഉയർന്നു നിൽക്കുന്നതാണ് കണ്ടത്. എന്നാൽ ഡോമർ നീട്ടിയ ലിനൻ തുണിയിൽ ദിവ്യകാരുണ്യം വന്നിരുന്നു. വീണ്ടും അൾത്താരയിൽ പ്രതിഷ്ഠിച്ചു. ഇങ്ങനെ തന്നെ 3 തവണ സംഭവിച്ചു. ഇതിൽ നിന്ന് ദിവ്യകാരുണ്യത്തിന് ഡോമറിൻ്റെ വീടിരിക്കുന്ന സ്ഥലത്തായിരിക്കാനാണ് ആഗ്രഹമെന്ന് മനസ്സിലാക്കിയ സഭാധികാരികൾ അവിടെ ഒരു ദേവാലയം പണിത് ഈ അത്ഭുത തിരുവോസ്തി അവിടെ സ്ഥാപിച്ചു. 1452 ഈ ചാപ്പൽ പൂർണ്ണമായി കത്തി നശിച്ചെങ്കിലും അത്ഭുത തിരുവോസ്തിയും അത് പ്രതിഷ്ഠിച്ചിരുന്ന അരുളിക്കയും മാത്രം സംരക്ഷിക്കപ്പെട്ടു. പിന്നീട് മറ്റൊരു ചാപ്പലിലേക്ക് മാറ്റിയപ്പോൾ ആ തിരുവോസ്തി മോഷ്ടിക്കപ്പെട്ടു. പിന്നീടത് കണ്ടെത്തിയില്ല. പരിശുദ്ധവും നിർമ്മലവുമായ ഹൃദയങ്ങളിൽ വസിക്കാൻ ആഗ്രഹിക്കുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. നിർമ്മലമായ ഹൃദയത്തോടെ അങ്ങേ സ്വീകരിക്കാനും നിർമ്മല മാനസരായി ഈ ലോകത്ത് ജീവിക്കാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.